നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ അവസാനമല്ല, പല കാര്യങ്ങളുടെയും തുടക്കമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം, നമ്മുടെ ശരീരം വിശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രവർത്തനം നിർത്തുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, രാത്രി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പോലും കാരണമാകാമെന്നത്? ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം ഇത് വെറും വിശ്വാസം മാത്രമല്ലേ. പക്ഷേ അല്ല. പഴമക്കാർ നമ്മളെക്കാൾ വളരെ കൂടുതൽ ജീവിതം മനസ്സിലാക്കിയവരായിരുന്നു. അവർ പറഞ്ഞ ചില ചെറിയ നിയമങ്ങൾ ഇന്ന് സയൻസ് പോലും സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് രാത്രിശീലങ്ങൾ. കാരണം രാത്രി എന്നത് ഒരു പ്രത്യേക സമയമാണ്. ഈ സമയത്ത് പ്രകൃതിയുടെ ഊർജം മാറുന്നു. മനുഷ്യന്റെ മനസ്സ് വളരെ സെൻസിറ്റീവ് ആകുന്നു. നമ്മുടെ ചിന്തകൾ നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ആത്മീയ ഗ്രന്ഥങ്ങളും പറയുന്നത് രാത്രി സമയം സൂക്ഷിച്ചാൽ ജീവിതം ശരിയാകും എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം തന്നെ മറന്നുപോയി എന്നതാണ്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, സ്ട്രെസ്, പ്രശ്നങ്ങൾ ഇവയൊക്കെയും നമ്മളെ രാത്രി സമയത്ത് തെറ്റായ രീതിയിൽ ജീവിക്കാൻ നയിക്കുന്നു എന്നതാണ്. അതിന്റെ ഫലമായിട്ട് ഉറക്കം ശരിയാകുന്നില്ല, മനസ്സ് ശാന്തമല്ല, വീട്ടിലെ സമാധാനം കുറയുന്നു, ചിലപ്പോൾ കാരണമറിയാത്ത പ്രശ്നങ്ങൾ വരുന്നു. ഇതെല്ലാം വെറും യാദൃശികമല്ല, നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില രാത്രി തെറ്റുകളാണ് ഇതിന് പിന്നിൽ. ഇപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്താണ് ചെയ്യുന്നത്? ഫോൺ നോക്കുമോ? വീട്ടിൽ വഴക്കുണ്ടാക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത ചില ശീലങ്ങളുണ്ടോ? കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കുറഞ്ഞത് 2 കാര്യങ്ങളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം ഇതൊരു സാധാരണ വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന വീഡിയോ ആണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലെല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ പണം വരും, പിന്നെയും പോകും. സമാധാനം ഉണ്ടാകില്ല. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറും. അവർ പല ജ്യോതിഷന്മാരെയും കണ്ടു, പല പരിഹാരങ്ങളും ചെയ്തു, പക്ഷെ പ്രശ്നം മാറിയില്ല. അവസാനം ഒരു മുതിർന്ന ആള് പറഞ്ഞു, നിങ്ങളുടെ രാത്രി ശീലങ്ങളെല്ലാം മാറ്റൂ. അവരത് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? പതിയെ പതിയെ അവരുടെ ജീവിതം മാറാൻ തുടങ്ങി. ഇത് ഒരിക്കലും ഒരു കഥയല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രാത്രിയിൽ ഒരിക്കലും ചെയ്യരുതാത്ത 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തണം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെ ബാധിക്കും. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, നിങ്ങളെ സത്യത്തിൽ ബോധവൽക്കരിക്കാനാണ്. കാരണം ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ചെറിയൊരു അപേക്ഷയാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആത്മീയതയിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ ഈ വീഡിയോ സീരിയസ് ആയി കാണുന്നുവെന്ന്. അപ്പോൾ ഇനി സമയം കളയാതെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ആ 5 പ്രധാന കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി വീട്ടിൽ വഴക്കിടുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, വഴക്ക് എന്നത് ഏത് സമയത്തും ഉണ്ടാകാമല്ലോ, അതിലെന്താണ് പ്രശ്നം? പക്ഷെ സത്യത്തില് രാത്രി സമയത്ത് നടക്കുന്ന വഴക്ക് പകൽ സമയത്തെ വഴക്കിനേക്കാൾ വളരെ കൂടുതൽ ദോഷം ചെയ്യുന്നതാണ്. കാരണം രാത്രി ഒരു സാധാരണ സമയമല്ല, അത് ശാന്തതയുടെ സമയമാണ്, ഊർജം സെറ്റിൽ ചെയ്യുന്ന സമയമാണ്. ദിവസം മുഴുവൻ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം രാത്രി സമയത്ത് നമ്മുടെ മനസ്സിൽ സെറ്റിൽ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ വഴക്കിടുന്നത് എങ്കിൽ ആ നെഗറ്റീവ് വികാരം നേരിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അതിന്റെ ഫലം എന്താണ്? ഉറക്കം ശരിയാകില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സ് ഭാരമുള്ളതായിട്ട് തോന്നും. ഒരു കാരണവുമില്ലാതെ തന്നെ ടെൻഷൻ ഉണ്ടാകും. ഇത് പതിയെ പതിയെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ബന്ധങ്ങളിൽ അകലം ഇവയെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും. ഇനി ആത്മീയമായി നോക്കുമ്പോൾ പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രിയിലെ വഴക്ക് നടക്കുന്ന വീട്ടിൽ ദൈവിക ഊർജം താമസിക്കില്ല എന്നുള്ളത്. ഇത് ഒരു വലിയ സത്യമാണ്. കാരണം ശബ്ദം, കോപം, നെഗറ്റീവ് വികാരം ഇവയൊക്കെ വീട്ടിലെ പോസിറ്റീവ് വൈബ്രേഷനെ മുഴുവനായിട്ടും തകർക്കും. പ്രത്യേകിച്ച് രാത്രി 8 മണിക്ക് ശേഷം. ഈ സമയം ശാന്തതയും സമാധാനവും വേണ്ട സമയമാണ്. പക്ഷെ ഇന്നത്തെ ജീവിതത്തില് ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. സത്യമല്ലേ? ഭർത്താവും ഭാര്യയും ജോലി കഴിഞ്ഞ് വരും, ക്ഷീണം, സ്ട്രെസ്, ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷയമാക്കും. ഒരു ചെറിയ വാക്ക് വലിയ വഴക്കായി മാറും.
അപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഇത് രാത്രിയാണ് എന്നത്. പക്ഷെ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് സത്യം. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ എല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം വഴക്കാണ്. അതൊരു ഹാബിറ്റായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് തോന്നിയത് ഇതൊരു സാധാരണ കാര്യമാണ് എന്നതാണ്. പക്ഷെ ചില മാസങ്ങൾക്കുള്ളിൽ വീട്ടിലെ സമാധാനം മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു. കുട്ടികള് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി. പണം വന്നിട്ടും നിൽക്കാത്ത ഒരു അവസ്ഥ ആ വീട്ടിലേക്ക് വന്നു. അവർക്ക് കാരണം അറിയില്ല, പക്ഷെ കാരണം അവരുടെ രാത്രി വഴക്കായിരുന്നു. കാരണം രാത്രി പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്നതാണ്. അത് ശാപം പോലെയും അനുഗ്രഹം പോലെയും പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് പഴമക്കാർ പറയുന്നത് രാത്രിയിൽ നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വഴക്കിട്ടാൽ ആ കോപത്തോടെയാണ് നിങ്ങൾ ഉറങ്ങുന്നത്. അതേ വികാരത്തോടെയാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ ദിവസവും നെഗറ്റീവ് ആകില്ലേ? അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ഇനി സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. രാത്രിയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ പ്രതികരിക്കരുത്. ഇത് നാളെ സംസാരിക്കാം എന്ന് പറയുക. ആ ഒരു വാക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കും. നിങ്ങൾക്ക് കോപം വരുമ്പോൾ ചില സെക്കൻഡ് മിണ്ടാതെ ഇരിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വിഷയം ചേഞ്ച് ചെയ്യുക. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷെ ഇതാണ് വലിയ സമാധാനത്തിന്റെ രഹസ്യം. ഇനി ഒരു പവർഫുൾ ആയിട്ടുള്ള ടിപ്പ് പറയാം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നന്ദി പറയുക. വീട്ടിലെ ആളുകളോട്, ദൈവത്തോട്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വീട്ടിൽ വഴക്കുകൾ കുറയും, സമാധാനം കൂടും. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, രാത്രി വഴക്ക് എന്ന് പറയുന്നത് നാളെയുടെ ദോഷമാണ്. രാത്രി സമാധാനം എന്ന് പറയുന്നത് നാളെയുടെ ഭാഗ്യമാണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി ഭക്ഷണം കഴിച്ച ഉടൻ ഉറങ്ങുന്നതാണ്. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു സാധാരണ ശീലമാണ്. രാത്രി ഭക്ഷണം കഴിച്ചു, ഫോൺ നോക്കി, പിന്നെ നേരെ കിടക്കയിൽ. ചിലർക്ക് തോന്നും ഇതിലെന്താണ് പ്രശ്നം. പക്ഷെ സത്യത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും ശാന്തമായി നശിപ്പിക്കുന്ന ഒരു ശീലമാണ്. അതെ, നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു ചെറിയ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നു. ആദ്യം ശരീരത്തിന്റെ കാര്യത്തിൽ നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ദഹന സംവിധാനം ആക്റ്റീവ് ആകുന്നു. ഭക്ഷണം ശരിയായി ദഹിക്കാൻ ശരീരത്തിന് സമയം വേണം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദഹനം സ്ലോ ആയി മാറും. ഭക്ഷണം പൂർണ്ണമായി ദഹിക്കില്ല. ശരീരത്തിൽ വിഷാംശം അടിഞ്ഞുകൂടും. ഇത് പതിയെ പതിയെ ഗ്യാസ് പ്രശ്നങ്ങൾ, അസിഡിറ്റി, വയറുവേദന, ഭാരം കൂടുക ഇവയ്ക്കൊക്കെ കാരണമായി തീരും. ഇത് വെറും ഹെൽത്ത് പ്രോബ്ലം മാത്രമല്ല, ഇത് നിങ്ങളുടെ എനർജി ലെവലിനെയും ബാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത അവസ്ഥ, ശരീരം ഹെവി ആയിട്ട് തോന്നുന്നു, അലസത അനുഭവപ്പെടുന്നു, ഇതൊക്കെയും നിങ്ങൾക്കുണ്ടാകും. ഇനി ഇത് മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശരീരം റെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ദഹനം നടക്കണം. അപ്പോൾ ശരീരവും മനസ്സും കോൺഫ്ലിക്റ്റിലാകും. അതിന്റെ ഫലം ഉറക്കം ഡീപ്പ് ആകില്ല. ഇടയ്ക്കിടെ ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വപ്നങ്ങൾ കൂടുതലാകും, പ്രത്യേകിച്ച് പേടി സ്വപ്നങ്ങൾ, അനാവശ്യ ചിന്തകൾ. കാരണം ശരീരം ശാന്തമല്ലെങ്കിൽ മനസ്സും ശാന്തമാകില്ല. ഇനി ആത്മീയമായി നോക്കുമ്പോൾ പഴമക്കാർ പറയുന്നത് രാത്രി ഭക്ഷണം ലഘുവായിരിക്കണം എന്നതാണ്. അതിനുശേഷം ശരീരം ശാന്തമാക്കണം. എന്നാൽ ഇന്നത്തെ ജീവിതത്തിൽ ഹെവി ഫുഡാണ്, ഓയിലി ഫുഡാണ്, ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ആണ്. ഇവയൊക്കെ കോമൺ ആയി മാറി അല്ലെ? ഇത് നമ്മുടെ പ്രാണശക്തിയെ പോലും ബാധിക്കും എന്നുള്ളതാണ്. ശരീരത്തിൽ ഊർജം ശരിയായി സർക്കുലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് മനസ്സിൽ നെഗറ്റിവിറ്റി കൂടും, ചിന്തകൾ ക്ലിയർ ആകില്ല. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തി എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ കിടക്കും. ആദ്യം തന്നെ അതൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷെ ചില ദിവസങ്ങൾക്ക് ശേഷം ഉറക്കം ശരിയാകുന്നില്ല, രാവിലെ ക്ഷീണം അനുഭവപ്പെടുന്നു, ജോലിയിൽ കോൺസെൻട്രേഷൻ കുറയുന്നു. അവന് കാരണം അറിയില്ല, പക്ഷെ കാരണം ഈ ഒരു ശീലം തന്നെയാണ്. ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കരുത്. കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങളുടെ ശരീരം ആക്റ്റീവായിരിക്കണം. എന്ത് ചെയ്യാം? അല്പം നടക്കാം. വീട്ടിൽ സ്ലോ ആയിട്ട് നടന്നാൽ മതി. ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാം. ഇത് ദഹനം ഇംപ്രൂവ് ചെയ്യും, ശരീരം ലൈറ്റ് ആക്കും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് പറയാം. രാത്രി ഭക്ഷണം ലഘുവായിരിക്കണം. ഹെവി ഫുഡ് അവോയ്ഡ് ചെയ്യുക. കാരണം രാത്രി ശരീരം റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അത് ഓവർലോഡ് ആക്കരുത്. ഇനി ഒരു പവർഫുൾ ഹാബിറ്റ് പറയാം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ദൈവത്തെ ഓർക്കുക.
ഇത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കും. അവസാനം ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക: ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഉറങ്ങുന്നത് രോഗങ്ങളുടെ തുടക്കമാണ്. ഭക്ഷണത്തിന് ശേഷം ചെറിയ ആക്ടിവിറ്റി ചെയ്യുന്നത് ആരോഗ്യവും സമാധാനവും നൽകും. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, രാത്രി നഖം മുറിക്കരുത്, മുടി വെട്ടരുത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ബാല്യത്തിൽ മുതൽ കേട്ട ഒരു കാര്യം തന്നെയാണ്. രാത്രിയിൽ നഖം മുറിക്കരുത്, രാത്രിയിൽ മുടി വെട്ടരുത്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ്? പലരും പറയും അത് അങ്ങനെ തന്നെ പഴമക്കാർ പറഞ്ഞത്. പക്ഷെ ഇത് വെറും അന്ധവിശ്വാസമല്ല. ഇതിന് പിന്നിൽ ശാസ്ത്രവുമുണ്ട്, ആത്മീയ കാരണങ്ങളുമുണ്ട്. ആദ്യം പഴയ കാലത്തെ കാര്യം നോക്കാം. മുൻപ് വൈദ്യുതി ഉണ്ടായിരുന്നില്ല, വെളിച്ചം വളരെ കുറവായിരുന്നു. രാത്രിയിൽ നഖം മുറിക്കുമ്പോൾ മുറിവ് പറ്റാനുള്ള സാധ്യത കൂടുതലായിരുന്നു. മുടി വെട്ടുമ്പോൾ അപകടമുണ്ടാകാം. അതുകൊണ്ടാണ് പഴമക്കാർ ഇത് കർശനമായി നിരോധിച്ചത്. പക്ഷേ ഇത് ഒരു കാരണം മാത്രമല്ല. ഇനി ശരീരത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാല്, രാത്രി സമയത്ത് നമ്മുടെ ശരീരം റെസ്റ്റ് മോഡിലേക്ക് പോവുകയാണ്. എനർജി ലെവല് കുറയുന്നു, ശരീരത്തിന്റെ പ്രതികരണം സ്ലോ ആകുന്നു. അപ്പോഴാണ് നഖം മുറിക്കൽ, മുടിവെട്ടൽ ഇവ ചെയ്യുന്നത്. ശരീരത്തിന് ഇത് സ്ട്രെസ് നൽകും. ചെറിയ മുറിവുകൾ പോലും സ്ലോ ആയി ഹീൽ ചെയ്യും. ഇത് പതിയെ പതിയെ ഇൻഫെക്ഷൻസ്, സ്കിൻ പ്രോബ്ലംസ് ഇവയ്ക്ക് കാരണമാകും. ഇനി ആത്മീയമായി നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം. പഴമക്കാർ വിശ്വസിച്ചിരുന്നത് മുടിയും നഖവും നമ്മുടെ ശരീരത്തിന്റെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതാണ്. അതായത് നമ്മുടെ പ്രാണശക്തിയുടെ ഒരു ഭാഗം. രാത്രി സമയം ഈ ഊർജം സ്റ്റേബിൾ ആകുന്ന സമയമാണ്. അപ്പോൾ മുടി മുറിക്കുന്നതും നഖം വെട്ടുന്നതും ആ ഊർജത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ദാരിദ്ര്യം വരും, ഭാഗ്യം കുറയും. അതാണ് വിശ്വാസം. നിങ്ങൾക്ക് തോന്നാം ഇത് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പഴമക്കാർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ മൈൻഡും നമ്മുടെ എനർജിയും എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എല്ലാ ദിവസവും രാത്രി ലേറ്റ് ആയിട്ട് ഗ്രൂമിങ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നു. നെയിൽ കട്ടിങ്, ഹെയർ ട്രിമ്മിങ്. ആദ്യത്തിലൊന്നും പ്രശ്നമില്ല. പക്ഷെ പതിയെ പതിയെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയി, മനസ്സ് റെസ്റ്റ്ലെസ് ആയി, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി. അവന് കാരണമറിയില്ല, പക്ഷെ കാരണം ഈ ഒരു ശീലം തന്നെ ആയിരുന്നു. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ പകൽ സമയത്ത് മാത്രം ചെയ്യുക, പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഇത് ശരീരത്തിനും സേഫാണ്, മനസ്സിനും കാമാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് പറയുകയാണെങ്കിൽ, നഖം മുറിച്ചതിന് ശേഷം അത് അവിടെ കളയരുത്. ക്ലീൻ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യുക. കാരണം ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ചെറിയ ആത്മീയ ടിപ്പ്, ഗ്രൂമിങ് ചെയ്തതിനു ശേഷം കൈ കഴുകി 1 നിമിഷം നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തോട്, ദൈവത്തോട്. ഇത് പോസിറ്റീവ് എനർജി കൂട്ടും. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, രാത്രിയിലെ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഊർജത്തിലെ അസന്തുലനമാണ്. പകൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ശുഭവും സുരക്ഷയുമാണ്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചെറിയ മാറ്റം വലിയ ഫലം നൽകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഇത് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തെ ശാന്തമായി ബാധിക്കുന്ന ഒരു വലിയ കാരണമാണ്. നമ്മൾ ദിവസമെങ്കും ബിസി ആയിരിക്കും. ജോലി, യാത്ര, സ്ട്രെസ് ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഇപ്പോൾ റെസ്റ്റ് വേണം. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ വയ്ക്കും. വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ടുണ്ടാകും. ചെപ്പലെല്ലാം ചിതറിക്കിടക്കും. നാളെ നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകും. പക്ഷെ ഈ ഒരു ചെറിയ ശീലം വലിയ ദോഷങ്ങൾക്ക് കാരണമാകും. ആദ്യം തന്നെ മനസ്സിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഴുക്കായ വീട്ടിൽ ഉറങ്ങുമ്പോൾ മനസ്സ് കാമാകില്ല, ഒരു അസ്വസ്ഥതയുണ്ടാകും. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ ചുറ്റുപാടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതാണ് സത്യം. സറൗണ്ടിങ്സ് മെസ്സി ആണെങ്കിൽ മൈൻഡും മെസ്സി ആകും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത അവസ്ഥയായിരിക്കും. മോട്ടിവേഷൻ കുറവായിരിക്കും. ഇത് പതിയെ പതിയെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, ജീവിതത്തിൽ അലസത വരുത്തും. ഇനി വാസ്തുപ്രകാരം നോക്കുമ്പോൾ, അഴുക്കുള്ള വീട് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും എന്നതാണ്. പോസിറ്റീവ് എനർജി വരാൻ കഴിയില്ല. പ്രത്യേകിച്ച് രാത്രി സമയം എനർജി സെറ്റിൽ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വീട് ക്ലീൻ അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ അവിടെ തന്നെ സെറ്റിൽ ചെയ്യും. അത് അടുത്ത ദിവസവും തുടരുന്നു. ഇതാണ് കാരണം. ചില വീടുകളിൽ കാരണമില്ലാത്ത ടെൻഷൻ, പ്രശ്നങ്ങൾ, സമാധാനക്കുറവ് ഇവയുണ്ടാകുന്നതിന്റെ കാരണം ഇതുതന്നെയാണ്. ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, പാത്രങ്ങൾ കഴുകാതെ വിടരുത്. കാരണം അത് അഴുക്കിന്റെ അടയാളമാണ്. വാസ്തുപ്രകാരം ഇത് ദാരിദ്ര്യത്തെ ആകർഷിക്കും.
രണ്ടാമതായിട്ട് ചെപ്പല് ചിതറിക്കിടക്കരുത്. അത് ഡിസോർഡറിനെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഡിസോർഡർ കൊണ്ടുവരും. മൂന്നാമതായിട്ട് കിടക്ക അല്ലെങ്കിൽ ബെഡ് ക്ലീൻ ആയിരിക്കണം. ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത രീതിയിൽ വയ്ക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലം നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യുന്ന സ്ഥലമാണ്. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. രണ്ട് വീടുകൾ, ഒന്നില് വീട് ക്ലീൻ ആണ്, ഓർഗനൈസ്ഡ് ആണ്, മറ്റൊന്നിൽ എല്ലാം സ്കാറ്റേർഡ് ആണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഡിഫറെന്റ് ഫീൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലീൻ ആയിട്ടുള്ള വീട് എന്ന് പറയുന്നത് എപ്പോഴും സമാധാനമായിരിക്കും. മെസ്സി ആയിട്ടുള്ള വീട് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും സമ്മാനിക്കുന്നത്. ഇത് സയന്റിഫിക്കലി പറയുന്ന കാര്യമാണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 10-15 മിനിറ്റ് മാത്രം ചെറിയ ക്ലീനിങ് ചെയ്യുക. പാത്രങ്ങളെല്ലാം കഴുകുക, സാധനങ്ങൾ സെറ്റ് ചെയ്യുക, അൺനെസസറി ഐറ്റംസ് റിമൂവ് ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ കാമാക്കും, വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഇനി ഒരു പവർഫുൾ ഹാബിറ്റ് പറഞ്ഞു തരാം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ദീപം തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന പറയുക. ഇത് വീട്ടിൽ ഡിവൈൻ എനർജി ഇൻക്രീസ് ചെയ്യും, സമാധാനം നൽകും. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക. അഴുക്കുള്ള വീട് എന്ന് പറയുന്നത് നെഗറ്റീവ് ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുചിയായ വീട് സമാധാനവും ഭാഗ്യവുമാണ് സമ്മാനിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ചേഞ്ച് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നെഗറ്റീവ് ചിന്തകളോടെ ഉറങ്ങരുത്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്ത പോലും നിങ്ങളുടെ നാളെയെ ഷേപ്പ് ചെയ്യുന്നു എന്നതാണ്. കാരണം രാത്രി നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസ് മോഡിലേക്ക് പോകുന്ന സമയമാണ്. പകൽ സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കും, കൺട്രോൾ ഉണ്ടാകും. പക്ഷെ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കൺട്രോൾ കുറയും, സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകും. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് മനസ്സിൽ സ്റ്റോർ ചെയ്യും. അതിന്റെ ഫലം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയം ചിന്തിച്ചാൽ അത് വളരും, നിങ്ങൾ ദുഃഖം ചിന്തിച്ചാൽ അത് കൂടുതൽ ശക്തമാകും, നിങ്ങൾ കോപത്തോടെ ഉറങ്ങുകയാണെങ്കിൽ അത് ബന്ധങ്ങളെ നശിപ്പിക്കും. ഇത് പതിയെ പതിയെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പോലും മാറ്റും. ഇനി ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവസാനം എന്താണ് ചിന്തിക്കുന്നത്? പ്രശ്നങ്ങളോ, വിഷമങ്ങളോ, ഭയമോ, അല്ലെങ്കിൽ നന്ദിയോ, സന്തോഷമോ, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമോ? കാരണം നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതമാകുന്നത്. ഇനി സയൻസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് നാം ഉറങ്ങുന്നതിന് മുൻപ് നൽകിയ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പല സക്സസ് ആളുകളും ഉറങ്ങുന്നതിന് മുൻപ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത്, ഗോൾസ് ഇമേജിൻ ചെയ്യുന്നത്. കാരണം അത് അവരുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നു. ഇനി ആത്മീയമായിട്ട് നോക്കുമ്പോൾ പഴമക്കാർ പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപ് ദൈവത്തെ ഓർക്കുക എന്നതാണ്. കാരണം ആ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ നൽകും, നെഗറ്റീവ് എനർജിയെ അകറ്റും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 5 മിനിറ്റ് മാത്രം നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ? ഇന്ന് നടന്ന നല്ല കാര്യങ്ങൾ ഓർക്കുക, നന്ദി പറയുക, നാളേക്ക് നല്ല കാര്യങ്ങൾ ഇമേജിൻ ചെയ്യുക, ദൈവത്തെ ഓർക്കുക, ഇത്രമാത്രം. പക്ഷെ ഇത് കോൺസിസ്റ്റൻസി ആയി ചെയ്യണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ജീവിതം പതിയെ ട്രാൻസ്ഫോം ചെയ്യും. ഇനി ഒരു പവർഫുൾ ലൈൻ ഓർക്കുക. നിങ്ങളുടെ അവസാന ചിന്ത നിങ്ങളുടെ ഭാവിയുടെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിന്തകളോടെ ഉറങ്ങരുത്. പോസിറ്റീവായി ഉറങ്ങുക, വിശ്വാസത്തോടെ ഉറങ്ങുക, സമാധാനത്തോടെ ഉറങ്ങുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഇന്നു മുതൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു പുതിയ മനുഷ്യനായി മാറും. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരും, നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വരും. അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നു മാത്രമാണ്: രാത്രിയെ ശരിയാക്കിയാൽ ജീവിതം ശരിയാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.